ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി ഇപ്പോൾ മഴ ഉള്ളതുകൊണ്ട് തന്നെ മഴ പെയ്തെങ്കിലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ്, ചെടിക്ക് നനയ്ക്കാതെ. അപ്പോൾ ഇന്നിപ്പോൾ മഴ പെയ്യണമൊന്നും കാണാനില്ല. അപ്പോൾ പിന്നെ ചെടിക്കൊക്കെ ഒന്ന് നനയ്ക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ അങ്ങനെ ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് തുണികളൊക്കെ ഒന്ന് മടക്കിയിട്ട് കബോർഡിലേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ മീൻ കൂട്ടാൻ വെക്കാനും മീൻ വറക്കാനും ഉണ്ട്. മാന്തളാണ് മീൻ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ പെരിഞ്ചീരകവും വെളുത്തുള്ളിയൊന്നും ചേർക്കണമൊന്നുമില്ല കേട്ടോ. വെറുതെ അങ്ങനെ പച്ചത്തേങ്ങ അരച്ചിട്ട് അങ്ങനെയായിട്ട് വെക്കുകയാണ്. എന്നും ഒരേ രീതിയിലുള്ള വെപ്പാവുമ്പോൾ ഒരു മടുപ്പല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയും വെക്കലുണ്ട് കേട്ടോ. പിന്നെ മുളക് ഇട്ടിട്ട് അങ്ങനെ വെക്കലില്ല. എന്തായാലും തേങ്ങ അരയ്ക്കൽ ഉറപ്പാണ് കേട്ടോ. തേങ്ങ അരച്ചിട്ട് തന്നെ വെക്കുള്ളൂ. ചിലപ്പോൾ വറുത്തരച്ചിട്ട് വെക്കും, അല്ലെങ്കിൽ പച്ചരച്ചിട്ട് അങ്ങനെയൊക്കെ. അങ്ങനെ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂട്ടാനൊക്കെ ഒന്ന് കലക്കിയെടുക്കുകയാണ്. മുളകും പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പുളിയും പിഴിഞ്ഞൊഴിച്ചിട്ട് അങ്ങനെയായിട്ട് കലക്കിയെടുക്കുക കേട്ടോ. പിന്നെ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങ ഇട്ട് വെച്ചാൽ രസമാണ്, പക്ഷെ മാങ്ങയൊന്നും ഇല്ല. അപ്പോൾ പുളി തന്നെയാണ് ഒഴിക്കണത്. അങ്ങനെ കൂട്ടാനൊക്കെ കലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുപ്പത്ത് തന്നെയാണ് വെക്കണത് കേട്ടോ. ആദ്യം ഗ്യാസുമ്മ വെച്ചാലോ വിചാരിച്ച്, പിന്നെ എനിക്ക് കൂട്ടാൻ അടുപ്പത്ത് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ കിടന്ന് വറ്റിയിട്ട് അതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഗ്യാസുമ്മ അങ്ങനെ കറി വെക്കലില്ല. അപ്പോൾ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുകയാണ്. പിന്നെ കൂട്ടാനിൽ കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. രസമാണ്. കുറച്ച് ചെറിയ ഉള്ളി കുറച്ചധികം തന്നെ നന്നാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇന്നിപ്പോൾ കൂട്ടാനിൽ വേറെ ഒന്നും അരച്ചിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി അങ്ങനെ നന്നാക്കിയിട്ട് ഇട്ടതാണ് കേട്ടോ. പിന്നെ ഉപ്പും പാത്രത്തിലെ ഉപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഇടാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കഴുകി വെച്ചാൽ നാളെ രാവിലെ ആകുമ്പോഴത്തേനും ഉണങ്ങുമല്ലോ. അപ്പോൾ ഒന്ന് കഴുകി വയ്ക്കുകയാണ്. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ അതൊക്കെ ഒന്ന് ഇട്ട് വെക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് സൗകര്യം. രാവിലെ പിന്നെ എപ്പോഴും തിരക്കാവില്ലേ. ഈ തിരക്കിൽ ഡപ്പയിലൊന്നും സാധനങ്ങളില്ല വെച്ചെങ്കിൽ വലിയൊരു പാടാണ്. അപ്പോൾ തലേ ദിവസം തന്നെ ഇട്ട് വെക്കലുണ്ട് കേട്ടോ. ഇട്ട് വയ്ക്കാൻ ശ്രമിക്കലുണ്ട്. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്നങ്ങോട്ട് കഴുകി വയ്ക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് അരി അരച്ച് വെക്കാനുണ്ട്. നാളെ വെള്ളപ്പത്തിലേക്കുള്ള പച്ചരി വെള്ളത്തിലിട്ടുണ്ട്. ഞാൻ വന്നതിന് ശേഷമാണ് വെള്ളത്തിലിട്ട്. രാവിലെ പിന്നെ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നതിന് ശേഷമാണ് വെള്ളത്തിലിട്ടത്. പിന്നെ ഇനിയിപ്പോൾ മാന്തൾ കുറച്ച് വറുക്കണുണ്ട് കേട്ടോ. കുറച്ച് കറി വയ്ക്കണുള്ളൂ. വറുത്തതാണ് എല്ലാവർക്കും ഇഷ്ടം. കറി വെച്ച് അങ്ങനെ ആരും കൊണ്ട് കൂട്ടില്ല. അപ്പോൾ കുറച്ചധികം തന്നെ വറുത്തിട്ട് കുറച്ചാണ് കറിയിലിടണുള്ളൂ കേട്ടോ. വലിയ മാന്തളാണ്. പട്ടത്തി മാന്തൾ പോലെ തന്നെ പട്ടത്തി മാന്തൾ അല്ലേനും അങ്ങനെ കുറച്ച് വലിപ്പമുള്ള മാന്തളാണ് കേട്ടോ. പിന്നെ വറക്കാനുള്ളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കുറച്ച് സുർക്കി ഒഴിച്ചിട്ട് അങ്ങനെയായിട്ട് ചേർത്ത് വെക്കുകയാണ് കേട്ടോ വറക്കാൻ. പിന്നെ ഇപ്പോൾ കൂട്ടാനൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ കൂട്ടാൻ അവിടെ വേവണ ടൈം കൊണ്ട് തന്നെ
വെള്ളപ്പത്തിലേക്കുള്ള അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പച്ചരി വെള്ളത്തിലിട്ടത് കഴുകിയിട്ട് അതങ്ങോട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പിടി തേങ്ങയും കുറച്ച് 2-3 സ്പൂണ് ചോറും പിന്നെ തേങ്ങയുടെ വെള്ളവും കൂടിയിട്ട് അരച്ച് വെക്കുകയാണ് കേട്ടോ. തേങ്ങയുടെ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈസ്റ്റ് ഒന്നും ചേർക്കണില്ല കേട്ടോ. ചിലപ്പോഴൊക്കെ ഈസ്റ്റ് ഇട്ടിട്ട് ഉണ്ടാക്കലുണ്ട്, കുറവാണ്. കൂടുതലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ. നന്നായിട്ട് തന്നെ വരലുണ്ട് കേട്ടോ. ഈസ്റ്റ് ഇടാണ്ട് നന്നായിട്ട് തന്നെ വരലുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ, പഞ്ചസാരയും ഉപ്പും. അങ്ങനെ അതൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ്. പിന്നെ അങ്ങനെ കൂട്ടാനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇറക്കി വെച്ചതാണ്. ഇനി കൂട്ടാൻ വറവിടാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ചെറിയുള്ളി നന്നാക്കി വെച്ചാൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കൂട്ടാൻ വറവിടാനായിട്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി കൂട്ടാനൊക്കെ ഒന്ന് വറവിട്ടെടുക്കട്ടെ. പിന്നെ മീൻ വറുക്കാനായിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ അടുപ്പിൻ്റെ അവിടെ നിൽക്കുമ്പോൾ എപ്പോഴും നമുക്ക് ചൂടല്ലേ ഇപ്പോൾ നല്ല, അപ്പോൾ പുറത്തേക്ക് നന്നായിട്ട് ഇങ്ങനെ ആവി എടുക്കുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ അടച്ച് വെച്ച് കൊടുത്ത് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അങ്ങനെ അത് ചൂടെടുക്കില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യൽ, ഇങ്ങനെ ഈ മൂടിയിട്ട് അടച്ച് വയ്ക്കുക. അല്ലാതെ നമുക്ക് തീരെ അവിടെ നിൽക്കാൻ പറ്റില്ല ചൂട് കൊണ്ടേ, അടുപ്പ് നല്ല ചൂടാവില്ല. അങ്ങനെ മീനൊക്കെ അവിടെ റെഡിയായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് വെള്ളപ്പത്തിലേക്ക് അരച്ചേക്ക് കുറച്ച് ഒരു 2 സ്പൂണ് പുട്ടുപൊടി ഇട്ടിട്ട് അതൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ, കപ്പി കാച്ചാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യലുണ്ട്. റവ ഇട്ട് കൊടുക്കുക, അല്ലാച്ചെങ്കിൽ ഇന്നിപ്പോൾ റവ ഇല്ലാത്തതുകൊണ്ട് പുട്ടുപൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതവിടെ കുറുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലീനിങ് ആണ് കേട്ടോ. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ്. പിന്നെ അത് ചൂടാറി വന്നപ്പോൾ ആ മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇളക്കി വയ്ക്കുകയാണ് കേട്ടോ. കപ്പി കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ മീൻ വറുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ അടുപ്പൊക്കെ ഒന്ന് തുടച്ച് നാളേക്കുള്ള ചോറിനുള്ള വെള്ളം അപ്പോൾ അടുപ്പത്ത് തന്നെ കൊടുന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നാളേക്ക് ചൂടാവുമല്ലോ, ചൂടുണ്ടല്ലോ അടുപ്പ്. അപ്പോൾ അത് അങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ മീനൊക്കെ വറുത്തത് ഒക്കെ എടുത്തിട്ട് അവിടെ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മോട്ടർ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് നിറച്ച് വെക്കുകയാണ്. അങ്ങനെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ് കേട്ടോ. എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഈ ചെയ്യണ ഈ ഒരു ക്ലീനിങ് വളരെ സന്തോഷത്തോടെ ചെയ്യണ ഒരു ഇതാണ് കേട്ടോ. ഈ ലാസ്റ്റത്തെ ഈ ഒരു ക്ലീനിങ് അങ്ങനെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറുണ്ടായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.